ഹായ്, എൻ്റെ പേര് പോൾ. ഇത് പ്രിയ, എൻ്റെ വൈഫാണ്. ഞങ്ങളിപ്പോൾ കാനഡയിലാണ് സെറ്റിൽഡ് ആയേക്കുന്നത്. അപ്പോൾ നാട്ടിലൊരു വീടൊക്കെ വേണം എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഇപ്പോൾ കുറേ കമ്പനികൾ ഓൾറെഡി വന്നു ലൈവിൽ. അപ്പോൾ കുറച്ച് റിവ്യൂസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓപ്സെറ്റ് ഹോമിലോട്ട് ചുമ്മാ ഒരു എൻക്വയറി, ഫസ്റ്റ് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വിട്ടു ഞാൻ അവിടെ നിന്ന് തന്നെ. അപ്പോൾ എനിക്ക് ആരാ ഇതിൻ്റെ പുറകിൽ എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു, ഇവരുടെ ഓഫീസും കാര്യങ്ങളെല്ലാം. പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ വന്ന് 3-4 ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ജിൻഡോനെ വിളിച്ചു, അത് കഴിഞ്ഞ് പോയി കണ്ടു. അപ്പോൾ ഓപ്സെറ്റ് ഹോം എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ പുള്ളിയുടെ കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നൊരു മിനിമൽ ബഡ്ജറ്റ് തൊട്ട് പോയൊരു വീടാണ്. ഒരു 25 ലക്ഷത്തിൻ്റെ കഥ പറഞ്ഞാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തത് 25 ലക്ഷത്തിലൊന്നും ആവത്തില്ല. അപ്പോൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ പ്ലോട്ടിൽ. അപ്പോൾ അത് ഡെമോളിഷ് ചെയ്തിട്ട് വേണം പുതിയൊരു വീട്ടിലോട്ട് ബിൽഡ് ചെയ്യാനായിട്ട്, കൺസ്ട്രക്ഷൻ തുടങ്ങണമെങ്കിൽ. പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് ബാക്ക് ആൻഡ് ഫോർത്ത് ആയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. പുള്ളി വന്ന് ജിൻഡോ വന്ന് പ്ലോട്ടൊക്കെ കണ്ടു, അവരുടെ ടീമായിട്ട് വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. അത് കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു പ്ലാനും ഡിസൈനൊക്കെ ആയിട്ടൊരു ഫൈനൽ ഇതിലോട്ട് എത്തി. എങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കി. തന്നെ നമുക്ക് അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഡിസൈനും പ്ലാനും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു എന്താ പറയുക, ഒരു ഫൈനൽ കോൺട്രാക്റ്റിലോട്ട് എത്തി. യെസ്, നമ്മൾ ഓപ്സെറ്റ് ഹോമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ പോയി. അപ്പോൾ എല്ലാം വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും കൺസൾട്ടേഷൻസും ഒരു ഫിംഗർ ടിപ്പിൽ നമുക്ക് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ജിൻഡോയും ടീമുമായിട്ട്. ഫൗണ്ടേഷൻ തൊട്ട് ഓരോരോ പരിപാടികൾ തുടങ്ങി. അപ്പോൾ അതിനിടയ്ക്ക് അവരുടെ ഓപ്സെറ്റ് ഹോം തന്നെ CCTV ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്കൊരു എങ്ങനെയാണ് ഇത് പോകുന്നതെന്നുള്ള, കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഏത് സ്റ്റേജ് എത്തിയെന്ന് കാണാനായിട്ട്, ലൈവ് കാണാനായിട്ട് നമുക്കവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ പണിയിപ്പിക്കുമ്പോൾ വളരെ കംഫർട്ടബിളാണ് ഈ ഓപ്സെറ്റ് ഹോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ അപ്പോൾ ഞങ്ങളുടെ പാരൻസിനെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ നാട്ടിൽ ആരും ഇല്ലായിരുന്നു, കംപ്ലീറ്റ്ലി ഇവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ വളരെ കൺവീനിയൻ്റ് ആണോയെന്ന് വെച്ചാൽ നല്ലൊരു കൺവീനിയൻ്റ് ആയിരുന്നു. എപ്പോഴും ഇവരുടെ ജിൻഡോ ആയാലും അഭിജിത്ത് ആയാലും എപ്പോഴും നമുക്കൊരു ഫോണിലൊരു ഫിംഗർ ടിപ്പിൽ നമുക്കുണ്ടായിരുന്നു എല്ലാ കമ്മ്യൂണിക്കേഷൻസിനും. ഇപ്പം നമുക്കൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ ആൻസറബിൾ ആയിരുന്നില്ല എപ്പോഴും. സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും പലരും സ്ട്രഗിൾ ചെയ്യാറൊരു ആൻസർ കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, വളരെ ഈസി ഗോയിങ് ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇപ്പോൾ അതുപോലെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും മെറ്റീരിയൽ സെലക്ഷൻസ് ആയാലും ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ബഡ്ജറ്റിലുള്ള മെറ്റീരിയൽ, ഇത് ഓക്കെ ആണോ, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എപ്പോഴും റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്താലും അതിൻ്റെ സാമ്പിൾസ് എപ്പോഴും ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഇട്ടെന്ന് നമ്മൾ ആ ഒരു റിലേയിങ്ങിലായിരുന്നു അവരായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞൊരു നമ്മളൊരു ടൈം ഫ്രെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിത് ഏത് സ്റ്റേജിലാണ് നമുക്കിത് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു 2026 ജനുവരിയിലാണ് നമ്മൾ തിരിച്ച് വന്ന് കീ മേടിക്കുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അവർ എല്ലാ പരിപാടികളും തീർത്തിട്ടുണ്ടായിരുന്നു. ഇൻറ്റീരിയർ, ലാൻഡ്സ്കേപ്പിങ്, പിന്നെ കോമ്പൗണ്ട് വാള്, പിന്നെ നമ്മുടെ ഗേറ്റ്. അപ്പോൾ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഡിസൈൻസും അവരുടെ ലേബറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ പോയത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് വേറൊരു നമ്മൾ തേർഡ് പാർട്ടീനെ അന്വേഷിച്ച് നടക്കേണ്ടതോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടതോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അവർ തന്നെ ഡിസൈൻ ചെയ്യുന്നു, അത് നമുക്ക് അയച്ചു തരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എപ്പോഴും ഒരു ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർ കൊണ്ട് ചേഞ്ച് ചെയ്യുന്നു. ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷൻസ് വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ പറയേണ്ടി വരും. ഒരു 100% കംപ്ലീറ്റ് പാക്കേജായിട്ട് ആ വീട് നമ്മൾ വന്നപ്പോഴേക്കും വന്ന് 2 ദിവസത്തിനുള്ളിൽ കീ ഹാൻഡ് ഓവർ ചെയ്തു.
നമ്മൾ പറഞ്ഞ ഡേറ്റിൽ മുന്നേ തന്നെ പുള്ളി അത് ഹാൻഡ് ഓവർ ചെയ്തത് നമുക്ക്. അപ്പോൾ ഓഫ്സെറ്റ് ഹോമിൻ്റെ എന്താ പറയുക, ഒരു ബിഗ് കുഡോസോ അല്ലെങ്കിൽ ബിഗ് ക്ലാപ്സ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയും. അത്രയും നന്നായിട്ടാണ് അവർ നമുക്ക് ചെയ്തു തന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഈ ഓഫ്സെറ്റ് ഹോമിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇവരുടെ ഈ ലേബേഴ്സ്. ഇപ്പോൾ ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ലോക്കലായിട്ടുള്ള പേഴ്സണെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്, പണി ചെയ്യിക്കുന്നത്. ഫൗണ്ടേഷൻ തൊട്ട് ഇൻറ്റീരിയർ ഡിസൈൻ വരെയുള്ളവർ, പെയിൻറ്റേഴ്സ് എല്ലാം മലയാളികൾ തന്നെയാണ് വന്ന് ചെയ്തു പോയത് എല്ലാം. അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്തെങ്കിലും നാട്ടിലാരെങ്കിലും നമ്മുടെ കസിൻസ് ഒന്ന് നോക്കുമ്പോൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞൊരു പ്രോപ്പർ ആൻസർ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും ഇവരുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് ഇവരുടെ അടുത്ത് കിട്ടിയത്. ഫ്രം ബിഗിനിങ് സർവീസ് തൊട്ട് എൻഡ് സർവീസ് വരെ നല്ലൊരു ഡീലിങ്ങുകളായിരുന്നു. എല്ലാം കമ്മ്യൂണിക്കേഷൻ ആയാലും പ്രോപ്പറായിരുന്നു, എല്ലാം ക്ലിയറും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പറഞ്ഞത് എന്ത് പറയാനും ഉള്ളൊരു നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു അവരായിട്ട്. ഞാൻ ഹൈ റെക്കമെൻഡ് ചെയ്യുന്ന ഓഫ്സെറ്റ് ഹോമിനെ. ഇപ്പം നിങ്ങൾ പുറത്തുള്ളവർക്കൊക്കെയാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയും തീർച്ചയായും. അപ്പോൾ ഒരു ഹൈ റെക്കമെൻഡബിൾ ബിൽഡേഴ്സ് ആണ് എന്താ പറയുക നമ്മുടെ ഈ സൈഡിലൊക്കെ. ഇപ്പോൾ ഞങ്ങളുടെ വീട് ഇപ്പോൾ അങ്കമാലി സൈഡിൽ കറുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് പണിതേക്കുന്നത്. ഹൈലി റെക്കമെൻഡബിൾ ആണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവരുടെ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഇവർ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും അവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.